ഹായ് ഹലോ അസ്സാമു അലൈക്കും വെൽക്കം ബാക്ക് ടു ഹനത് ഫാഷൻ ഡേ. എന്തുണ്ട് എല്ലാവരുടെയും വിശേഷങ്ങൾ? എല്ലാവരും സുഖമായിട്ടിരിക്കുന്നില്ലേ? അപ്പോൾ ഇന്നത്തെ നമ്മുടെ വീഡിയോ വന്നിട്ട് ഇതുപോലെ ഏറ്റവും കുഞ്ഞായിട്ടുള്ള റിബൺ വെച്ചിട്ട്, അതായത് സാറ്റിൻ്റെ 1/4 ഇഞ്ചിൻ്റെ റിബൺ വെച്ചിട്ടാണ് കേട്ടോ ഒരു വർക്ക് ചെയ്തെടുക്കാനായിട്ട് പോകുന്നത്. നല്ല അടിപൊളിയായിട്ട് ചെയ്തെടുക്കാൻ പറ്റുന്ന ഒരു വർക്കാണ്. നല്ല രസമുള്ള ഒരു ഫ്ലവറാണ് കേട്ടോ. അപ്പോൾ ഇതേപോലെ ഉള്ള ഫ്ലവേഴ്സ് നമ്മളിതിന് മുന്നേയും ചെയ്തിട്ടുണ്ട്. അതായത് ഈ ഒരു മെത്തേഡ് യൂസ് ചെയ്തിട്ട് ഞാനിതിന് മുന്നേ നിങ്ങൾക്ക് പെറ്റൽസ് മേക്ക് ചെയ്യുന്ന കാണിച്ചു തന്നിട്ടുണ്ട്. അപ്പോൾ ഇത് ഭയങ്കര ഈസി ആയിട്ട് നമുക്ക് ചെയ്തെടുക്കാൻ പറ്റും കേട്ടോ. ഈ ഒരു രീതിയിൽ നമുക്ക് കുറേ അധികം പെറ്റൽസ് ചെയ്തെടുക്കണം കേട്ടോ. പല അളവിൽ ചെയ്താലും പ്രശ്നമൊന്നുമില്ല, ഒരേ അളവ് തന്നെ വേണമെന്നില്ല. നിങ്ങൾക്ക് കുറച്ച് നീളം കൂട്ടിയിട്ടും കുറച്ചിട്ടും ഒക്കെ ചെയ്തെടുക്കാം. നമ്മൾ ലാസ്റ്റ് ഇത് അറേഞ്ച് ചെയ്തെടുക്കുന്ന സമയത്ത് ഒന്നിടവിട്ട് ചെയ്തെടുത്താൽ മതി കേട്ടോ. അപ്പോൾ നല്ല അടിപൊളിയായിട്ട് ഒരു ഫ്ലവർ നമുക്ക് കിട്ടും. ഓക്കെ, 1/4 ഇഞ്ചിൻ്റെ റിബൺ വെച്ചിട്ട് ഇതുപോലെ ഫ്ലവേഴ്സ് മേക്ക് ചെയ്യാൻ പറ്റുമെന്നൊരു മെസ്സേജ് വന്നിട്ടുണ്ടായിരുന്നു. കഴിഞ്ഞ ഒരു വീഡിയോയിൽ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ, സാറ്റിൻ്റെ റിബൺസ് എല്ലാം കൂടി കൂട്ടിയിട്ട് 200 സംതിങ് രൂപയ്ക്ക് നിങ്ങൾക്ക് ഓഫർ റേറ്റിൽ വാങ്ങിക്കാമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിൽ കണ്ടിട്ടുള്ളൊരു കമൻറ്റ് കേട്ടോ, ഈ ഒരു ഇതിൽ നമുക്ക് എന്തെങ്കിലും വർക്ക് ചെയ്യാൻ പറ്റുമെന്ന് ചോദിച്ചിട്ട്. അപ്പോൾ ഈ ഒരു ടൈപ്പ് റിബൺ വെച്ചിട്ട് നമുക്ക് ഒത്തിരി വർക്കുകൾ ചെയ്തെടുക്കാനായിട്ട് പറ്റും കേട്ടോ. ഇതല്ല, ഒരുപാട് വർക്കുകൾ ചെയ്യാനായിട്ട് പറ്റും. ഞാൻ തന്നെ കുറേ വർക്കുകൾ ചെയ്തിട്ട് വീഡിയോ പോസ്റ്റ് ചെയ്തിട്ടുണ്ട്. നിങ്ങൾ നോക്കിയിട്ട് അതുപോലെ ചെയ്താൽ മതി കേട്ടോ. അപ്പോൾ ഇതുപോലെ നമുക്ക് ഒരു ഇതിലിങ്ങനെ അറേഞ്ച് ചെയ്തെടുക്കുക, അതായത് കോർത്തെടുക്കുക. നമ്മൾ മാലയൊക്കെ കോർക്കില്ലേ, അതുപോലെ കോർത്തെടുക്കുക. ഡിഫറെൻറ്റ് ടൈപ്പിലുള്ള അല്ലെങ്കിൽ ഡിഫറെൻറ്റ് സൈസിലായിട്ടാണ് നിങ്ങൾ ചെയ്തേക്കുന്നതെന്നുണ്ടെങ്കിൽ ഒന്നിടവിട്ടൊക്കെ ചെയ്യുക കേട്ടോ. കറക്റ്റ് ഇങ്ങനെ പക്ക അടുക്കി വെക്കണം അങ്ങനെയൊന്നുമില്ല കേട്ടോ. നമുക്ക് തോന്നുന്ന രീതിയിലൊന്ന് അറേഞ്ച് ചെയ്ത് കൊടുക്കാം. പക്ഷെ ഒരേ അളവിൽ സെയിം അങ്ങനെ ചെയ്യണ്ട, ഒന്നിടവിട്ട് ചെയ്യാം. മനസ്സിലായില്ലേ? അതുപോലെ ഒന്ന് അറേഞ്ച് ചെയ്ത് കൊടുത്താൽ മതി. പിന്നെ എത്ര അളവിലാണ് ചെയ്യേണ്ടതെന്ന് ചോദിക്കാറുണ്ട്. ശരിക്കും പറഞ്ഞാൽ ഞാനിതൊരു അളവ് എടുത്ത് അങ്ങനെ ചെയ്യലില്ല കേട്ടോ. അതുകൊണ്ടാണ് അളവ് പറയാനായിട്ട് വിട്ടു പോകുന്നത്. അപ്പോൾ വലിയ ഫ്ലവറാണ് നിങ്ങൾക്ക് വേണ്ടതെന്നുണ്ടെങ്കിൽ അതിനനുസരിച്ചിട്ട് എത്രയാണോ ഇഞ്ച് വേണ്ടത് അതുപോലെ എടുക്കുക. കുട്ടി ഫ്ലവർ ആണെങ്കിൽ അതിനനുസരിച്ചിട്ട് എടുക്കുക കേട്ടോ. അപ്പോൾ ഞാൻ ഈ എടുത്തേക്കുന്നതെന്ന് പറയുമ്പോൾ മടക്കി വെച്ചിട്ട് 1 ഇഞ്ചൊക്കെ ഉണ്ടാവും, അത്രയൊക്കെ തന്നെ ഉണ്ടാവുള്ളൂ കേട്ടോ. ഒരു വലിയ ഫ്ലവർ അല്ല ചെയ്തേക്കുന്നത്, കുഞ്ഞു ഫ്ലവറാണ് കേട്ടോ ചെയ്തേക്കുന്നത്. ചിലപ്പോൾ കുറച്ചും കൂടി വലിയ പെറ്റൽസിന് ഒരു 1.25 ഇഞ്ചൊക്കെ നീളം ഉണ്ടാവും, അത്രയൊക്കെ തന്നെ ഉണ്ടാവുള്ളൂ കേട്ടോ. അപ്പോൾ അത് ഇതുപോലെ അടുക്കി പറക്കി എടുത്തിട്ടുണ്ട്. അപ്പോൾ വീഡിയോ ആദ്യമേ തുടങ്ങിയപ്പോൾ കുറച്ച് ക്ലാരിറ്റി പ്രശ്നം ഉണ്ടായിരുന്നല്ലേ, ഇപ്പോഴല്ലേ കുറച്ച് ക്ലാരിറ്റി വന്നിട്ടുള്ളത്. ഞാൻ എഡിറ്റ് ചെയ്ത സമയത്താട്ടോ ശ്രദ്ധിച്ചിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഇനിയാണ് നമുക്ക് കുറച്ചൊരു ബുദ്ധിമുട്ട് ഫീൽ ചെയ്യുന്ന ഒരു ഭാഗം, അതായത് നമ്മൾ കോർത്തെടുത്ത അതേ രീതിയിലേക്ക് ഇതിനെ ഒന്ന് അറേഞ്ച് ചെയ്ത് കൊടുക്കുക. അതായത് നമ്മളിങ്ങനെ കോർത്ത് പോകുന്ന സമയത്ത് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ തിരിഞ്ഞൊക്കെ പെറ്റൽസ് വരും. ഇനി നമുക്കിതിനെ ഒന്ന് അറേഞ്ച് ചെയ്ത് കൊടുക്കണം, അതായത് ഒരേ സൈഡിലോട്ട് ആക്കി കൊടുക്കണം, അത്രയേ ഉള്ളൂ. നമ്മളിങ്ങനെ മടക്കിയിട്ട് ആണല്ലോ ചെയ്തേക്കുന്നത്, മടക്കി ഉരുക്കിയിട്ടാണ് ഇത് ചെയ്തേക്കുന്നത്. അപ്പോൾ ആ ഒരു ഭാഗം നോക്കിയാൽ മതി, കറക്റ്റ് നമുക്ക് കിട്ടും കേട്ടോ. എന്നിട്ട് ഇതേപോലെ ഇങ്ങനെ പിടിച്ചിട്ട് കൂട്ടിക്കെട്ടി കൊടുക്കുക, അത്രയേ ഉള്ളൂ. ഭയങ്കര സിമ്പിളായിട്ട് ചെയ്തെടുക്കാനായിട്ട് പറ്റും. ഇത്രയെങ്കിലും ഒരു കൺഫ്യൂഷൻ വരുന്നത് ഈ ഒരു ഭാഗം മാത്രമായിരിക്കും. ബാക്കിയൊക്കെ നമുക്ക് ഭയങ്കര എളുപ്പമായിട്ട് ചെയ്തെടുക്കാൻ പറ്റും കേട്ടോ. അപ്പോൾ കുറേ പെറ്റൽസ് വേണ്ടേ, കുറേ നേരം ഇരിക്കണ്ടേ എന്നൊക്കെ നിങ്ങൾക്ക് തോന്നും. അങ്ങനെയൊന്നും ഇല്ല കേട്ടോ, നമുക്ക് ഈസി ആയിട്ട് പെറ്റൽസ് മേക്ക് ചെയ്തെടുക്കാനായിട്ട് പറ്റും. അപ്പോൾ ഇതുപോലെയൊക്കെ ചെയ്തെടുത്തിട്ട് നമുക്ക് ഹെയർ ബോയിലോട്ടോ അലിഗേറ്റർ ക്ലിപ്പിലോട്ടോ അല്ലെങ്കിൽ ഹെയർ ബണ്ണിലോട്ടോ ഒക്കെ ചെയ്ത് കൊടുക്കാം. കുട്ടി ഉടുപ്പുകളൊക്കെ തയ്ക്കുന്ന സമയത്ത് ഷോ ബട്ടൺസ് ആയിട്ട് നമുക്ക് ഈ സംഭവങ്ങൾ യൂസ് ചെയ്യാനായിട്ട് പറ്റും. അതുപോലെ ഇപ്പോൾ കുറേ ഓഫറിൽ ഞാൻ കുറേ സാധനങ്ങൾ ഇട്ടിട്ടുണ്ടായിരുന്നു. അതായത് നല്ല രീതിയിലുള്ള വിലക്കുറവിൽ കുറേ സംഭവങ്ങൾ ഇട്ടിട്ടുണ്ടായിരുന്നു. കാണാത്തവരാണെന്നുണ്ടെങ്കിൽ ചാനൽ കയറിയിട്ട് അത് നോക്കൂ കേട്ടോ. അപ്പോൾ ഈ ഒരു നോമ്പും കാര്യങ്ങളൊക്കെ ആകുമ്പോൾ നമുക്ക് ഒത്തിരി ടൈമൊക്കെ കിട്ടുമല്ലോ. ആ സമയത്തൊക്കെ നിങ്ങൾക്ക് പഠിക്കാനായിട്ട് പറ്റും. അതുപോലെ തന്നെ ഇനി പെരുന്നാളാണ് വരാനായിട്ട് പോകുന്നത്. അപ്പോൾ ഈ ഒരു സമയത്ത് നിങ്ങൾക്ക് നന്നായിട്ട് ചെയ്തൊക്കെ വെക്കുകയാണെന്നുണ്ടെങ്കിൽ ആ ഒരു പെരുന്നാളിൻ്റെ ടൈമിൽ സെയിൽ ചെയ്യാനും പറ്റും കേട്ടോ. അപ്പോൾ അതൊന്ന് ട്രൈ ചെയ്ത് നോക്കൂ. തുടക്കക്കാരായിട്ടുള്ള ആൾക്കാരാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് യൂസ് ആവുന്ന അല്ലെങ്കിൽ ഒത്തിരി പൈസ കളയാതെ വാങ്ങിക്കാൻ പറ്റുന്ന രീതിയിലുള്ള പ്രൊഡക്റ്റുകളാണ് ഇട്ടേക്കുന്നത്. പിന്നെ കുറേ പേര് ബീഡ്സും കാര്യങ്ങളും ഒക്കെ ചോദിക്കാറുണ്ട്. ഞാൻ കൂടുതലും നമ്മളിപ്പം തുടക്കമായിട്ടുള്ള ആൾക്കാർ പഠിച്ചു തുടങ്ങുമ്പോൾ ഇതുപോലുള്ള വർക്കുകളൊക്കെ ചെയ്ത് പഠിക്കുന്നതാണ് നല്ലതെന്നാണ് കേട്ടോ എൻ്റെ ഒരു അഭിപ്രായം. രണ്ട് രീതിയിലുള്ള വർക്കും കാര്യങ്ങളൊക്കെയാണ്. അപ്പോൾ നമുക്ക് കുറച്ചും കൂടി ഈസി ആയിട്ട് ഇതൊക്കെ പഠിക്കുകയാണെന്നുണ്ടെങ്കിൽ ബീഡ്സിൻ്റെ വർക്കുകൾ കുറേ കൂടി ഈസി ആയിട്ട് തോന്നും കേട്ടോ. അതുകൊണ്ടാണ് ഈ ഒരു ടൈപ്പിലുള്ള സംഭവങ്ങളൊക്കെ ഇപ്പോൾ സെയിൽ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഞാനിങ്ങനെ ബീഡ്സിൻ്റെ വർക്കുകളൊക്കെ ഇതിൽ കാണിച്ചേക്കുന്നതും കുറവാണ്. അപ്പോൾ കുറേ പേര് അത് ചോദിക്കുന്നുണ്ട്. ഇൻഷാ അല്ലാഹ് നെക്സ്റ്റ് നമുക്ക് പതിയെ അതൊക്കെ ഇൻക്ലൂഡ് ചെയ്യാം കേട്ടോ. ഓക്കെ, ഇതുപോലെ കുറച്ച് പിപ്സൊക്കെ ഞാൻ സെൻറ്ററിൽ വെച്ച് കൊടുക്കുന്നുണ്ട്. നമ്മൾ ഗ്ലൂ ഗൺ വെച്ചിട്ടൊന്ന് ഒട്ടിച്ചുകൂടെ കൊടുത്തിട്ടുണ്ട് കേട്ടോ. എന്നിട്ട് നമുക്ക് അടിഭാഗം കൂടി ഗ്ലൂ ഗൺ വെച്ചിട്ടൊന്ന് ഒട്ടിച്ചെടുക്കണം.
അതിൻ്റെ ബാലൻസ് എല്ലാ ഭാഗവും ഒന്ന് കട്ട് ചെയ്തിട്ട് സാധാരണ നമ്മൾ ചെയ്യുന്ന കണക്ക് ക്യാൻവാസിൻ്റെ ഷീറ്റിലോട്ട് ഒട്ടിച്ച് കൊടുത്ത് ഹെയർ ബോയിലോട്ടാണെങ്കിൽ അങ്ങനെ സെറ്റ് ചെയ്ത് കൊടുക്കുക, അലിഗേറ്റർ ക്ലിപ്പിലാണെങ്കിൽ അങ്ങനെ സെറ്റ് ചെയ്യുക. എങ്ങനെയാണെന്ന് വെച്ചാൽ നിങ്ങൾ ഏതിലോട്ടാണോ ചെയ്യുന്നത് അതനുസരിച്ചിട്ട് സെറ്റ് ചെയ്ത് കൊടുക്കുക കേട്ടോ. അപ്പോൾ ഞാൻ ഹെയർ ബോയിലോട്ടാണ് ചെയ്ത് കൊടുക്കുന്നത്. ഈ ഒരു ബോയൊക്കെ നമുക്ക് 40 രൂപ മുതൽ മുകളിലോട്ട് സെയിൽ ചെയ്യാൻ പറ്റും. ഞാൻ പറയുന്നത് 40 തൊട്ടിട്ട് മുകളിലോട്ട് നിങ്ങൾക്ക് സെയിൽ ചെയ്യാൻ പറ്റും എന്നാണ് കേട്ടോ. അപ്പോൾ സെയിൽ ചെയ്യാനും എത്ര രൂപ വാങ്ങിക്കണം എന്നൊക്കെ തീരുമാനിക്കേണ്ടത് നിങ്ങൾ തന്നെയാണ് കേട്ടോ. നിങ്ങളുടെ ഒരു കഴിവിനനുസരിച്ചിട്ടാണ് സെയിൽ നടക്കുക. ഒരുപാട് പേർക്കും സെയിൽ നടക്കുന്നില്ല എന്നുള്ള പരാതിയുണ്ട്. സെയിൽ എങ്ങനെ ചെയ്യാണ്ടെന്ന് ചോദിച്ചാൽ അത് നിങ്ങളുടെ തന്നെ ഒരു മിടുക്കിനനുസരിച്ചിട്ട് ഇരിക്കും കേട്ടോ. ഓക്കെ, അപ്പോൾ ഹെയർ ബോ എങ്ങനെയുണ്ട്, ഇഷ്ടപ്പെട്ടോ, എന്താണ് നിങ്ങളുടെ അഭിപ്രായം, ഏതൊക്കെ കളേഴ്സിൽ ഇത് ചെയ്താൽ ഭംഗി ഉണ്ടാവും, 2 കളറിൽ ചെയ്താൽ ഭംഗി ഉണ്ടാവും എന്നൊക്കെ നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കൂ കേട്ടോ. എന്നിട്ട് എന്താണ് നിങ്ങളുടെ അഭിപ്രായം എന്ന് ഉറപ്പായിട്ടും ഒന്ന് കമൻറ്റ് ചെയ്യുക. അതുപോലെ തന്നെ നമ്മുടെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് കൂട്ടാവുക കേട്ടോ. പിന്നെ വീഡിയോസൊക്കെ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാലൊന്ന് ലൈക്ക് ചെയ്യാൻ മറന്നു പോരുതേ. ഓക്കെ, അപ്പോൾ ഇതുപോലെ നമ്മൾ അടിഭാഗവും കൂടി ഒന്ന് ഒട്ടിച്ച് കവർ ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇതാണ് നമ്മുടെ ഹെയർ ബോ. എങ്ങനെയുണ്ട്, നല്ല രസമല്ലേ? എനിക്ക് പേഴ്സണലി ഇഷ്ടപ്പെട്ട ഒരു വർക്കാണ്, നല്ല ക്യൂട്ടായിട്ടുള്ളൊരു വർക്കാണ് കേട്ടോ. അപ്പോൾ നിങ്ങളൊന്ന് ട്രൈ ചെയ്തിട്ട് അഭിപ്രായം പറയാൻ മറക്കണ്ട. അപ്പോൾ നമുക്ക് നെക്സ്റ്റ് വീഡിയോയിൽ കാണാം ഇൻഷാ അല്ലാ. അതുപോലെ തന്നെ ഓഫർ റേറ്റിലുള്ള സാധനങ്ങളും കൂടി ഒന്ന് നോക്കൂ കേട്ടോ.